അവരെല്ലാം കോൺഗ്രസ് നേതാക്കളല്ലേ, അവരുടെ പേരിൽ പടം വെച്ചാൽ ഒരു കുഴപ്പമില്ല, ഒരു തെറ്റുമില്ല. ഏത് കോൺഗ്രസ് നേതാവിൻ്റെ പേരിൽ പടം വെച്ചാലും ഒരു തെറ്റുമില്ല, ആര് വന്നാലും കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെയല്ലേ കോൺഗ്രസ്സിൽ വലിയ ടീമുണ്ട്, നിങ്ങൾ അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കണ്ട. ഒരു കുഴപ്പമില്ല. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യമൊക്കെ വളരെ ക്ലിയറാണ്. ഇതിപ്പോൾ CPM-ൻ്റെ ഒരു നറേറ്റീവാണ്, കോൺഗ്രസ്സിൽ വലിയ കുഴപ്പമുള്ളെന്ന്. ഒരു കുഴപ്പമില്ല. ഞാനും KC വേണുഗോപാലും തമ്മിൽ കൊച്ചി സീറ്റിൻ്റെ പേരിൽ അടി നടന്നു. ഞാൻ പറഞ്ഞല്ലോ, വലിയ വാർത്തയായിരുന്നു. എന്നോട് KC വേണുഗോപാലാണ് പറഞ്ഞത്, ഇടാ ഇങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വാർത്ത ഇടാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ വാർത്ത കണ്ട് ചിരിക്കുകയായിരുന്നു. ഒരുപാട് പ്രാവശ്യം ഇറങ്ങിപ്പോയി ആ യോഗത്തിൽ നിന്ന്. ഇടയ്ക്ക് യൂറിനലൊക്കെ പോകണ്ടേ? അല്ലല്ല, യോഗത്തിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ഇറങ്ങിപ്പോയി ഞങ്ങളെല്ലാവരും. പുറത്തു നിന്ന് പോയി ചായ കഴിക്കാൻ പോയി, മറ്റേ വാഷ്റൂമിൽ പോയി ഒരുപാട്. പിന്നെ ഉറക്കം വന്നു കഴിഞ്ഞപ്പോൾ പോയി, കേൾക്കി ഉറക്കം വന്നപ്പോൾ പോയി മുഖം കഴുകാൻ പോയി. ഇങ്ങനെ എത്ര പ്രാവശ്യം പോയി. നിങ്ങളൊക്കെ വ്യാജ വാർത്തകളാണ് ഉണ്ടാക്കണം, വ്യാജ വാർത്ത. പല സ്ഥാനാർത്ഥികളുടെയും കാര്യത്തിൽ ഞങ്ങൾ ഡിബേറ്റ് ചെയ്ത് കാണും, വേണ്ടേ? ജനാധിപത്യ പാർട്ടിയാണ്. പിണറായി വിജയൻ വരുന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു ലിസ്റ്റ് എടുത്ത് വായിക്കുമ്പോൾ അത് കൈയടിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. ഞങ്ങൾ ഓരോ സ്ഥാനാർത്ഥികളെക്കുറിച്ചും വിശദമായ ചർച്ച ഞങ്ങൾ നടത്തിയിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന് ഒരു സ്ഥാനാർത്ഥിയുടെ മെറിറ്റ്, ഡിമെറിറ്റ്, മറ്റ് സ്ഥാനാർത്ഥിയുടെ ആര് നിന്നാലാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ വിശദമായ ചർച്ച നടത്തിയിട്ടാണ് ഞങ്ങൾ ഓരോ സ്ഥാനാർത്ഥിയും തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ CPM-ൻ്റെ സ്ഥാനാർത്ഥികളെ പലരും തീരുമാനിച്ചിട്ടില്ലല്ലോ, NDAയുടെ സ്ഥാനാർത്ഥികൾ പലരും പുറത്തു വന്നിട്ടില്ലല്ലോ. ഞങ്ങളുടെ 140 സ്ഥാനാർത്ഥികളും പ്രചരണം തുടങ്ങിയിട്ട് എത്ര സമയമായി? കാണാനില്ലല്ലോ. സുധാകരൻ ഒരു നുണയും പറയില്ല. അദ്ദേഹം CPM നേതാവായിരിക്കുമ്പോൾ പോലും ഞാനന്ന് ഏറ്റവും കൂടുതൽ മന്ത്രിമാർക്കെതിരായി അഴിമതി ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷത്തെ MLA 2006 തൊട്ട് 2011 വരെ. അന്ന് മന്ത്രിമാരെ നമ്മൾ ആക്രമിക്കുന്ന സമയത്തും ഈ മനുഷ്യനെക്കുറിച്ച് ആദരവോടുകൂടി സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. നിയമസഭയിൽ റെക്കോർഡിൽ കിടക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചത് 2008-ലോ 2009-ലോ. ഈ സുധാകരനെക്കുറിച്ച് നീതിമാനായ ഭരണാധികാരിയായിരുന്നു. 1000 കോടി കിട്ടിയാൽ 140 MLA-മാർക്ക് വീതം വയ്ക്കും. ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അതിൽ രാഷ്ട്രീയമൊന്നും നോക്കാതെ നേരെ ഏതാണ് നെറി ഏതാണെന്ന് നോക്കിയിട്ട് തീരുമാനമെടുക്കും. അങ്ങനത്തെ ആളാണെന്ന് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നിയമസഭയിൽ വേറൊരു മന്ത്രിയെക്കുറിച്ച് എനിക്ക് ഇതുവരെ പറയാൻ, LDF മന്ത്രിയെക്കുറിച്ച് പറയാൻ, CPM മന്ത്രിയെക്കുറിച്ച് പറയാനുള്ളൊരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. CPM-ൻ്റെ മെറിറ്റ് എന്താണെന്ന് മനസ്സിലായില്ല. CPM-ൻ്റെ മെറിറ്റ് എന്താണെന്ന് ആ പാർട്ടി നേതാക്കന്മാർ തന്നെ പറഞ്ഞല്ലോ. ആ തളിപ്പറമ്പിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. 25 കൊല്ലം അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിലെ നമ്പർ 1 ആണ്. അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്, അല്ലേ? അവരാണ് ആന്തൂരിലെ ഷാജൻ്റെ ആത്മഹത്യക്ക് പിന്നിൽ പ്രേരണയായി നിന്നത് അവരാണ്.